പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് അപൂർണതയ്ക്കും സൗന്ദര്യമുണ്ട്. എല്ലാ പൂർണ്ണതയ്ക്കും സൗന്ദര്യം കുറവാണ്. ഒരു ഉദാഹരണം, ഈ ചെമ്പരത്തി നിറയെ മുട്ടിട്ട് നിൽക്കുകയായിരുന്നു. അതിനെ ഷേപ്പ് ചെയ്തപ്പോൾ എന്തുപറ്റി? അതിലെ പൂക്കളെല്ലാം അപ്രത്യക്ഷമായി. ഇത് നിറയെ ചുമലപ്പട്ട് വിരിച്ച പോലെ പൂ വിരിഞ്ഞ് നിന്ന ചെടിയാണ്. ഇപ്പോഴത്തെ അവസ്ഥ നോക്കൂ. പക്ഷേ ഇതിപ്പോൾ മതിൽ പോലെ ഷേപ്പായി വന്നു. അതാണ്, എല്ലാ പൂർണ്ണതയും പൂർണ്ണമല്ല, അപൂർണതയ്ക്കും സൗന്ദര്യമുണ്ട്. രണ്ടാമതൊരു ഉദാഹരണം, മുറ്റം നിറയെ മത്ത വളർന്നു കിടന്നിരുന്നു. അത് നിറയെ പൂക്കളുണ്ടായിരുന്നു. അതിൻ്റെ ഇലകളും തണ്ടുകളും കൂട്ടാൻ വെക്കാൻ ഉപയോഗിച്ചിരുന്നു. നിറയെ മത്തങ്ങ ഉണ്ടായിരുന്നു. പക്ഷേ വൃത്തിയാക്കലിൻ്റെ ഭാഗമായി മത്ത പറിച്ചെറിഞ്ഞു. പൂ പോയി, കാ പോയി, ഒന്നും കിട്ടാത്തൊരവസ്ഥ. കയ്യിൽ വരുന്നത് കൊണ്ട് ദിനങ്ങൾ കഴിക്ക ഫലം പുനരുച്ചിക്കല്ല. കൈവരുമാകിലും ഇന്ദ്രൻ്റെ പദം എന്തിനു തുച്ഛം. നാരായണ ജയ എന്ന് പറയുന്നത് എത്ര അനുയോജ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കും എല്ലാ നന്മകളിലും നന്മയുണ്ടെന്ന്. പക്ഷെ എല്ലാ നന്മകളിലും നന്മയുണ്ട്. പക്ഷെ ആ നന്മ എല്ലാം ശരിയാകണമെന്നില്ല. അതിലും പല കുറവുകളും കാണും. നമ്മൾ വീട് വെക്കാനുള്ള ആഗ്രഹം പൂർത്തിയാക്കി എല്ലാവരും താമസിക്കാൻ തുടങ്ങുന്നു. പക്ഷേ അവിടെ ഭർത്താക്കന്മാരില്ല, ഭാര്യയും മക്കളും മാത്രം, ഭർത്താവ് വേറൊരിടത്തൊറ്റയ്ക്ക്. അങ്ങനെയായാൽ അതിലെന്താണ് സുഖം? അതുപോലെ എല്ലാ പൂർണ്ണതയും പൂർണ്ണമല്ല. മോഡേൺസ് നോട്ട് നോൺ മോഡേണിറ്റി എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിൽ പൂർണ്ണമായും ശരിയാണ്. എന്തെന്ന് വെച്ചാൽ, നമ്മൾ കാണുന്ന സൗന്ദര്യമായിരിക്കത്തില്ല മറ്റുള്ളവർ അതിൽ കാണുന്നത്. യഥാർത്ഥ സൗന്ദര്യം അപൂർണമായിരിക്കും. മോഡേൺസ് നോട്ട് നോൺ മോഡേണിറ്റി എന്നുള്ളത് ആ അവസരത്തിൽ സത്യമായി വരും. പിന്നെയോ, പൊയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് എന്ന് പറയും. പക്ഷേ ആ പൊയട്രി എല്ലായ്പ്പോഴും എല്ലാവർക്കും ഉണ്ടാകുമോ? ഇല്ല. ഒരു സാഹിത്യമോ ഒരു സൃഷ്ടിയോ ഉണ്ടാകണമെങ്കിൽ അതിൻ്റേതായ ഒരു അവസരവും അതിൻ്റേതായ ഒരു സാഹചര്യവും അതിൻ്റേതായ ഒരു സിറ്റുവേഷനും ഉണ്ടായെങ്കിൽ മാത്രമേ അതുണ്ടാവുകയുള്ളൂ. അല്ലാതെ എല്ലാ സന്ദർഭത്തിലും എല്ലാം ഉണ്ടാവുകയില്ല. ഇന്ന് എനിക്ക് നിങ്ങളോട് ഈ സംസാരിക്കാൻ തോന്നുന്ന മൂഡ് എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്നില്ല. ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നാൽ ആ സന്ദർഭത്തിൽ സംസാരിക്കാൻ നോക്കിയിരുന്നാൽ എനിക്കൊരക്ഷരം പറയാൻ പോലും പറ്റില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. ചിലപ്പോൾ നമുക്ക് ശബ്ദങ്ങൾ കൊണ്ടുള്ള ഡിസ്റ്റർബൻസ് ആകാം, സാഹചര്യം ഒത്തു വന്നില്ലെന്ന് വരാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളാകാം. അങ്ങനെ പലതരം സാഹചര്യങ്ങൾ നമുക്കുണ്ടാകാം. എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച സംഗതി, എല്ലാ പൂർണ്ണതയും പൂർണ്ണവുമല്ല, എല്ലാ അപൂർണതയുമല്ല. ആ സത്യം പറയുവാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയത്. താങ്ക് യു എവരിവൺ.